മെത്രാൻ കായൽ നികത്താൻ അനുവാദം നൽകിയത് കഴിഞ്ഞ LDF സർക്കാരാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇത് സംബന്ധിച്ച രേഖകൾ ഉടൻ പുറത്തുവരുമെന്നും വ്യക്തമാക്കി. ഇൻ പ്രിൻസിപ്പിൾ ആ പ്രോജക്റ്റിന് അനുമതി കൊടുത്തത് ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വരും. മനസ്സിലായിട്ട് അത് ടൂറിസത്തിന്റെ ഒരു പ്രോജക്റ്റായിട്ട് കൊണ്ടുവന്ന് ഇൻ പ്രിൻസിപ്പിൾ ഈ പ്രോജക്റ്റിന് അംഗീകാരം കൊടുത്ത ഇടതുപക്ഷ ഗവൺമെന്റാണ്. മെത്രാൻ കായൽ നികത്തുന്നതുമായി ബന്ധപ്പെട്ട് ആക്ഷേപമുണ്ടെങ്കിൽ പരിഹരിക്കും. പദ്ധതിയുമായി മുന്നോട്ടു പോകണമെന്ന് സർക്കാരിന് നിർബന്ധമില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. 425 ഏക്കർ കായൽ നികത്താനുള്ള നീക്കം ഉൾപ്പെടെ UDF സർക്കാരിന്റെ അവസാന മന്ത്രിസഭായോഗ തീരുമാനങ്ങൾക്ക് പിന്നിൽ അഴിമതിയുണ്ടെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വിമർശനം. LDF സർക്കാർ വന്നാൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുമെന്നും കോടിയേരി പറഞ്ഞു. 425 ഏക്കർ കായലും നെൽവയലും നികത്താൻ അനുമതി കൊടുത്തിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. നിലവിലുള്ള നിയമത്തിന് വിരുദ്ധമായി തണ്ണീർത്തട സംരക്ഷണ നിയമം, നെൽവയൽ സംരക്ഷണ നിയമം ഇതിനെയൊക്കെ അട്ടിമറിച്ച് ആണ് നികത്താൻ മെനഞ്ഞാന്ന് അനുമതി കൊടുത്തത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതൽ പറയാനില്ലെന്നായിരുന്നു റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മീഡിയ 1.